വളപ്പ് ആറംപിച്ചിറ വട്ടത്തറ വീട്ടിൽ ത്രേസ്യാമ്മയ്ക്ക് വീടൊരുക്കി ഫേസ് ഫൗണ്ടേഷൻ. ത്രേസ്യാമ്മയും രോഗിയായ ഭർത്താവ് ശശിയും വർഷങ്ങളായി ഷീറ്റ് മറച്ച ഷെഡിലാണ് താമസിച്ചിരുന്നത്. മഴക്കാലത്ത് ചോർന്നൊലിക്കുമ്പോൾ ശശി മറ്റെവിടെയെങ്കിലും മാറി താമസിക്കും. പിന്നീട് പല രാത്രികളിലും ത്രേസ്യാമ്മ തനിച്ചാകും. ഇവരുടെ ദുരവസ്ഥ അറിഞ്ഞ കൊച്ചിയിലെ ഫേസ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് ടി.ആർ. ദേവന്റെ നേതൃത്വത്തിൽ 7 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകിയത്. വീടിന്റെ താക്കോൽ ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സരിത സനിൽ ത്രേസ്യാമ്മയ്ക്ക് കൈമാറി. ഒരു സ്വപ്നമാണ്. ത്രേസ്യാമ്മ ചേച്ചിയും ശശിയും നാളിതുവരെ എത്രയോ ദുഃഖങ്ങൾ പേരെ നടന്നിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരത്തിൽ നമ്മുടെ വാർഡ് മെമ്പറിന്റെ നേതൃത്വത്തിൽ ദേവൻ ചേട്ടനും ഗിരീഷ് അവர்களுം ഒക്കെ ചേർന്നുകൊണ്ട് പറഞ്ഞു, ഇവിടെ ഒരുപാട് നാളുകളായി നമ്മുടെ കോവിഡും പ്രളയവും ഒക്കെ കഴിഞ്ഞ് ഇവിടെ ഒരു ദയനീയമായ ഒരവസ്ഥയായിരുന്നു. പ്രത്യേകിച്ചും 23-ാം വാർഡിന്റെ ആദ്യം തറകെട്ടി താന്നുപോയെന്നാണ് അറിയാൻ സാധിച്ചത്. അതിൽ നിന്നൊക്കെ ഇതൊരു വീടല്ല, ഇതൊരു കൊട്ടാരമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം ത്രേസ്യാമ്മ ചേച്ചിയെ ശശിയെ സംബന്ധിച്ച് അവർക്കത് അങ്ങനെ തന്നെയാണ്. പഞ്ചായത്ത് അംഗം സ്വാതിഷ് സത്യൻ അധ്യക്ഷത വഹിച്ചു. ഫേസ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് ടി.ആർ. ദേവൻ, ട്രസ്റ്റി ആർ. ഗിരീഷ്, യൂത്ത് കോൺഗ്രസ് എസ് സംസ്ഥാന സെക്രട്ടറി ആന്റണി സജി, ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ജോളി ജോസഫ്, സ്നേഹതീരം ട്രസ്റ്റ് കോർഡിനേറ്റർ സീനത്ത്, നന്ദകുമാർ, ഫേസ് ജനറൽ മാനേജർ ടിന്റുമോൾ, പ്രദീപ്, മാനേജർ മെറ്റി ജേക്കബ്, ടൈറ്റസ് പൂപ്പാടി, ആന്റണി പുന്നത്തറ, ജോസി ചക്കാലക്കൽ, മണി തേങ്ങാത്തറ, കെ സേവ്യർ എന്നിവർ പ്രസംഗിച്ചു. ഏകദേശം ആ വീട് അങ്ങനെയാണ് ഈ വീട് പെട്ടെന്ന് തന്നെ ആ വീട് പൊളിച്ചു മാറ്റി. നമ്മൾ പ്രത്യേക അനുമതിയൊക്കെ പോലീസിൽ വാങ്ങി വീട് പൊളിച്ചു മാറ്റിയ ശേഷം താൽക്കാലിക വീട് ചെയ്തു കൊടുത്തു. പക്ഷെ പിന്നീട് അങ്ങോട്ട് കൊറോണ രണ്ടാമതും വരികയും ഈ വീടിന്റെ നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് പോകാൻ പറ്റാത്ത വലിയൊരു പ്രതിസന്ധിയിലേക്ക്, സാമ്പത്തികമായിട്ട് അറിയാം, എല്ലാ ചാരിറ്റി സംഘടനകളും കൂട്ടിയിണക്കപ്പെടുന്ന സാഹചര്യത്തിൽ കൊറോണ സംസാര നൃത്തം ചെയ്യുന്ന സമയമായിരുന്നു. അതുകൊണ്ട് സമയബന്ധിതമായിട്ട് തീർക്കാൻ വളരെയേറെ പ്രയാസപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞ് എന്തായാലും വീടിന്റെ പണി തുടങ്ങി. ആദ്യം പണി കഴിപ്പിച്ച തറയുന്ന ഫൗണ്ടേഷൻ അത് താഴെ പോയി. പിന്നെ രണ്ടാമത് അങ്ങനെ വളരെ ശ്രമകരമായ പ്രയാസമേറിയ ഒരു ദൗത്യമാണ്. വീട് ചെറുതാണ് എങ്കിൽ പോലും ഈ വീടിന് ചെലവായ പണം 7 ലക്ഷത്തിന് മുകളിലാണ്.